ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ സുഖമായിട്ടിരിക്കണു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇത് രാവിലത്തെ എൻ്റെ ഒരു കലാപരിപാടിയാണ്. രാവിലെ മേലെഴുതിയിട്ട് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് 2 സാമ്പ്രാണിത്തിരി, 2 അഗർബത്തി കത്തിക്കുക എന്നുള്ളതാണ്. ഒന്ന് അടുക്കളയിലത്തേക്കും ഒന്ന് ലിവിങ് റൂമിലത്തേക്കും. അത് കത്തിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ആ മണമൊക്കെ അടിക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് ഫീലാണ് വരുന്നത്. അപ്പോൾ അതാണ് രാവിലെ ഞാൻ എണീറ്റ് വന്ന് ആദ്യം ചെയ്യുന്നത്. ഈ 2 സ്റ്റാൻഡും ചിലപ്പോൾ അഗർബത്തി വാങ്ങിക്കാൻ ഞങ്ങളങ്ങ് കന്യാകുമാരി, ഞാനും അനുപം കൂടെ കന്യാകുമാരി വരെ പോകാറുണ്ട്. ഇത് രണ്ടും കന്യാകുമാരിയിൽ നിന്ന് വാങ്ങിച്ച സ്റ്റാൻഡാണ്. രാവിലത്തെ ചെറിയൊരു ഗ്ലിംസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇക്കിഗായ് എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് കോൺസെപ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇക്കിഗായ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ജാപ്പനീസ് കോൺസെപ്റ്റാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള കാരണം എന്നാണ്, ദ റീസൺ ടു ലിവ് എന്നാണ്. ഇപ്പോൾ ഞാനും അനൂപും കൂടെ ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് അതെല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ് ജപ്പാൻകാർ പറയുന്നത്. ചെറിയ കാര്യങ്ങൾ, ഒരു 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 കപ്പ് ഓഫ് കോഫി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഹോബി എന്ന് വെച്ചാൽ കുക്കിംഗ് ആവാം, ഗാർഡനിങ് ആവാം, അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ആരെങ്കിലും ആയിട്ടുള്ള ബന്ധം, നമ്മുടെ അച്ഛനും അമ്മയും രാവിലെ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം എന്ന് കരുതി രാവിലെ എണീക്കുക. അതാണ് ജാപ്പനീസ് ആൾക്കാർ പറയുന്നത്. ഇത് 2 സയൻറ്റിസ്റ്റ് റിസർച്ച് ചെയ്ത് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഇക്കിഗായ് എന്നാണ്. അവർ പറയുന്നത് ഉള്ളത് കൊണ്ട് ജീവിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. പിന്നെന്താണ്, നമുക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് ജീവിക്കുക എന്നാണ് അവർ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ അവരുടെ ഏജ് ലൈഫ് സ്പാൻ അവരുടെ കൂടുതലാണ്. ഒരു 120 ഇയേഴ്സ് വരെയൊക്കെ അവിടുത്തെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്. ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഫിലിം സ്റ്റാർ അനൂപ് മേനോനില്ലേ, പുള്ളി പറയുന്നുണ്ട്, ഈ ഇക്കിഗായെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത്, 85 വയസ്സുള്ള ആരെങ്കിലും അവിടെ മരിച്ചു പോയാൽ അവിടെ ആൾക്കാർ പറയുന്നത് അയ്യോ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് പറയുന്നതെന്ന് പറയും. ഇപ്പോൾ നമുക്കങ്ങനെയല്ലല്ലോ, നമ്മളിപ്പോൾ 70 വയസ്സാവുമ്പോഴേ അല്ല 60 ആകുമ്പോൾ തന്നെ നമ്മൾ പറയുമ്പോൾ നമുക്ക് പ്രായമായി, സീനിയർ സിറ്റിസണായി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അവർ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടും അവർ ഉള്ളതെല്ലാം കൊണ്ട് സന്തോഷത്തോട് ജീവിക്കുന്നതുകൊണ്ടും അവർക്കൊരു ജീവിക്കാനുള്ളൊരു കാരണം എന്നും രാവിലെ എണീക്കുമ്പോൾ അവർ കണ്ടെത്തുന്നത് കൊണ്ടും അവരുടെ ലൈഫ് സ്പാൻ കൂടുതലാണ്. 120 വയസ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. നിങ്ങൾ ഈ കോൺസെപ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. അതിനിടയ്ക്ക് എനിക്കൊരു കോൾ വന്നതല്ല, ആക്ച്വലി അനൂപ് കോൾ ചെയ്തതാണ്, ഒരു ഏജൻസിയിൽ വിളിച്ച് ചോദിച്ചതാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എന്നെയും അമ്മയും ഹെൽപ്പ് ചെയ്യുന്ന ആ ചേച്ചി, അത് 3 ദിവസമാണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പോൾ 2 ദിവസം അമ്മയ്ക്ക് വേണം, 1 ദിവസമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ തൂത്ത് തുടയ്ക്കാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിരുന്നു, ഞാൻ ബോംബെയിൽ വെച്ച് പ്രഗ്നൻ്റായി, എനിക്ക് കുഞ്ഞിനെ കിട്ടിയില്ല എന്നൊരു പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഞാൻ പറഞ്ഞത് കുനിഞ്ഞിരുന്ന് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് രാവിലെ ചിക്കൻ എടുത്ത് വെളിയിൽ വെച്ചതാണ്, ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട്. അനൂപിന് രാവിലെ ദോശയൊക്കെ കൊടുത്തു, ചമ്മന്തിയൊക്കെ കൊടുത്തു. ആദ്യം അനൂപ് ചെന്നിരുന്ന് 2 പേരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് ഞങ്ങൾക്കുണ്ടെങ്കിലും അനൂപ് ഒരു 1.5 ദോശ 2 ദോശയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ 1 ദോശയും കൂടെ കഴിക്കാനായിട്ട് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അനൂപിന് ആദ്യത്തെ ദോശ കൊടുത്തു വിട്ടു. ഞാൻ കുറച്ച് നേരം എൻ്റെ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടൈമിൻ്റെ ഇടയിൽ ഞാൻ അനൂപിന് കമ്പനി കൊടുക്കാറുണ്ട്. ഇതൊക്കെ വെറുതെ കാണിച്ചതാണ് കേട്ടോ, ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ കാണിച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാനും കൂടെ വന്നിരുന്ന് കഴിക്കുമ്പോൾ ഒരു ദോശയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അനൂപ് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഞാനും കൂടെ അനൂപിൻ്റെ കൂടെ വന്നിരുന്ന് ആഹാരം കഴിക്കാറുണ്ട്. ഞങ്ങൾ മെജോറിറ്റി ഓഫ് ദ ടൈം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറാണ് ശ്രമിക്കാറ്. ഈ ബാക്കിൽ കാണുന്ന നെറ്റിപ്പട്ടം എൻ്റെ ഒരു കസിൻ, എൻ്റെ ചേട്ടൻ, അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മോൻ തന്നതാണ് കേട്ടോ ഗിഫ്റ്റായിട്ട്. ഇത് ഞാൻ കാക്കയ്ക്ക് ആഹാരം കൊടുക്കും. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ എന്നും കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട് മാറി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനും എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നതിന് മുന്നായിട്ട് കാക്കയ്ക്ക് കൊടുക്കാറുണ്ട്. ഇത് ഉച്ചക്കത്തേക്കുള്ളതാണ്, കോവയ്ക്ക മെഴുക്ക് വരട്ടിയും ചിക്കൻ കറിയും.
കോവയ്ക്ക മെഴുക്ക് വരട്ടിയൊക്കെ വച്ചു. ചിക്കൻ കറി, എൻ്റെ ചിക്കൻ കറി അനൂപിന് അത്ര താല്പര്യമില്ല, എന്നാലും ഇന്നലെ ഉണ്ടാക്കിയത് നല്ലതാണെന്ന് പറഞ്ഞ് കഴിച്ചു. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കത്തത് കോവയ്ക്ക മെഴുക്ക് വരട്ടിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞങ്ങളും നല്ലൊരു പിടി പിടിച്ചു. അതിൻ്റെ ചെറിയൊരു ഗ്ലിംസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാനും അനൂപും കൂടെ ഉച്ചയ്ക്ക് ഇരുന്ന് ഉണ്ണുന്നത്. ഞങ്ങൾ മിക്കവാറും ഇങ്ങനെയാണ്. അനൂപ് വീട്ടിലുള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഉണ്ണാൻ ശ്രമിക്കാറുണ്ട്, ഉണ്ണാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും. ഡിന്നർ മാത്രം അങ്ങനെ ആവാൻ സാധ്യതയില്ല, കാരണം അനൂപ് കുറച്ച് ലേറ്റായിട്ടാണ്. ഇത് ഞാൻ വിളക്ക് കത്തിച്ച് കുറച്ച് നേരം ടി വിയിൽ കോമഡി എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കുറിക്കുന്നുമുണ്ട്. ഡിന്നർ ഞാൻ പറഞ്ഞതുപോലെ ഡിന്നർ ഞാനും അനൂപ് അങ്ങനെ ഒരുമിച്ച് കഴിക്കാറില്ല. ഞാനൊരു കുറച്ച് ഏർലി ഒരു 7 മണിക്കൊക്കെ കഴിക്കുന്ന ആളാണ്. അനൂപ് കുറച്ചുകൂടെ ലേറ്റാവും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ. അങ്ങനെ രാത്രി മൂവിയൊക്കെ കണ്ട് കിടന്നു.